ഇന്ത്യയുടെ ജനസംഖ്യ ഏതാണ്ട് 141,72,00,000 കവിഞ്ഞിരിക്കുകയാണ്. ഈ 141,72,00,000 ആൾക്കാർക്കും ഒരുപോലെ അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുണ്ട്. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി അവറുകളെയാണ്. അദ്ദേഹത്തെ അറിഞ്ഞുകൂടാത്ത ആരും തന്നെ ഭാരതീയനായിട്ട് ഇന്ത്യക്കാരനായിട്ടില്ല എന്നുള്ളതാണ്. 142 വരുന്ന കോടി ജനമുള്ള ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു മെയിൻ ഫിഗർ നമ്മുടെ പ്രധാനമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിന് നേരിട്ടറിയാവുന്ന എത്ര പേർ ഇന്ത്യയിൽ ഇന്നുണ്ടാകും? വളരെ അടുത്ത് അദ്ദേഹത്തോടൊപ്പം സഹവർത്തിത്വം പുലർത്തുന്ന, അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ചില സംസ്ഥാനങ്ങളിലൊക്കെയുള്ള ആൾക്കാരെയൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിന് നേരിട്ടറിയാവുന്നത്. എന്നാൽ ഒറ്റ വാക്കിൽ ഭാരതീയരായിരിക്കുന്ന എല്ലാവരെയും അദ്ദേഹത്തിന് അറിയാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നാൽ പോലും അദ്ദേഹത്തിന് അറിയാവുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. എന്നതുപോലെ തന്നെ ദൈവത്തെക്കുറിച്ച് മനുഷ്യർക്ക് എല്ലാവർക്കും അറിയാം. ദൈവത്തെക്കുറിച്ചോ കർത്താവിനെക്കുറിച്ചോ സുവിശേഷത്തെക്കുറിച്ചോ അറിവില്ലാത്തവരായിട്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കാണത്തുള്ളൂ. ധാരാളം പേർ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അവരുടെ കഷ്ടപ്പാടുകളുടെ നടുവിൽ, നൊമ്പരങ്ങളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ അവരുടെ ദൈവം എന്നൊക്കെ അവർ വിളിച്ച് ചിലപ്പോൾ പ്രാർത്ഥിക്കുകയും പറയുകയൊക്കെ ചെയ്യുമായിരിക്കാം. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും എൻ്റെ ദൈവം അത് നോക്കിക്കൊള്ളും എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ധാരാളം ആൾക്കാരെ നമുക്ക് സമൂഹത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ എന്നെങ്കിലും ഒരു ദിവസം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ ഈ വിളിച്ച് പറയുന്ന ആളിന്, അഥവാ എൻ്റെ ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്ന കർത്താവിന് നമ്മളെ അറിയുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരിടത്ത് മാത്രം കാണുന്ന ഒരു വേദഭാഗമുണ്ട്. അത് എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യമാണ്. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ഈ വേദഭാഗം മറ്റൊരിടത്ത് റിപ്പീറ്റ് ചെയ്തതായിട്ട് എങ്ങും കാണാനായിട്ട് കഴിയുന്നില്ല. വേദപുസ്തകത്തിൽ ഒരു വട്ടം മാത്രം പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമായിട്ടാണ് ഇതിനെ സങ്കല്പിച്ചിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം നോക്കൂ, അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ദൈവം ലജ്ജിക്കുന്നില്ല. ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യരും നമ്മുടെ ദൈവം, എൻ്റെ ദൈവം എന്നൊക്കെ പേഴ്സണലി പലരും പറയുമായിരിക്കാം. പക്ഷേ ആരെയൊക്കെ നോക്കിയിട്ടാണ് ഇവരുടെ ദൈവമെന്ന് ദൈവം പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ തുലവും കുറച്ച് ആൾക്കാരെക്കുറിച്ച് മാത്രമേ ഒരുപക്ഷെങ്കിൽ കർത്താവ് അങ്ങനെ അഭിസംബോധന ചെയ്യുന്നുള്ളൂ. അവരുടെ ദൈവം എന്നതുകൊണ്ട് അവിടെ ആരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് അതിന് മുകളിലോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം വിശ്വാസ വീരന്മാരെക്കുറിച്ചുള്ള വലിയ പ്രസ്താവനകൾ നടക്കുന്ന അധ്യായമാണ്. 9.5 കോടി ആൾക്കാരെ പരോക്ഷമായി പ്രതിദാനം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം. അതിൽ 16 പേരുടെ പേരുകൾ നേരിട്ട് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ 9.5 കോടി ആൾക്കാരെ പരോക്ഷമായും ഈ ഒറ്റ അധ്യായത്തിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അവരുടെ ദൈവം എന്ന് 16-ാമത്തെ വാക്യത്തിൽ പറയണമെങ്കിൽ തൊട്ട് മുകളിൽ പറയുന്ന ഒരു 5 വ്യക്തികളുണ്ട്. ആ വ്യക്തികളിലുള്ള സ്വഭാവത്തെയാണ് വാസ്തവത്തിൽ ലേഖകൻ നമ്മളോട് ചൂണ്ടിക്കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ആ 5 പേർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4-ാമത്തെ വാക്യത്തിൽ 11:4 വിശ്വാസത്താൽ ഹാബേൽ എന്ന് പറഞ്ഞുകൊണ്ട് ഹാബേലിനെ അവിടെ പരിചയപ്പെടുത്തുകയാണ്. ആ മനുഷ്യനെ നോക്കിയിട്ട് പറയുകയാണ്, അവൻ്റെ ദൈവം അല്ലെങ്കിൽ അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ദൈവം ലജ്ജിക്കുന്നില്ല. ദൈവത്തെ ആരാധിക്കേണ്ടുന്ന പ്രമാണമോ നിയമമോ ഒന്നുമില്ലാതിരിക്കെ ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്നും ദൈവത്തെ എങ്ങനെ ആരാധിച്ച് പ്രസാദിപ്പിക്കണമെന്നും മനസ്സിലാക്കുകയും അതുപോലെ ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഹാബേൽ. അവനെ നോക്കിയിട്ട് ദൈവം പറയുകയാണ്, ഇവൻ്റെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ലജ്ജിക്കുന്നില്ല. ദൈവത്തെ ഒരുപാട് പേർ ഈ സമൂഹത്തിൽ ആരാധിക്കുന്നുണ്ട്. ദൈവമെന്ന് കരുതി പലരും ആരാധിക്കുന്നുണ്ട്. പക്ഷെ സത്യദൈവത്തെ അന്വേഷിക്കുന്ന, സത്യദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കുന്ന ഒരുവനെ നോക്കിയിട്ട് ദൈവം പറയുന്നു, ഇവൻ്റെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ലജ്ജിക്കുന്നില്ല. നിങ്ങൾ വാസ്തവത്തിൽ സത്യദൈവത്തെ യഥാർത്ഥമായി അന്വേഷിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ നോക്കി കർത്താവ് പറയുന്നു, നിങ്ങളുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ കർത്താവ് ലജ്ജിക്കുന്നില്ല. 2-ാമത്തെ വ്യക്തി 5-ാമത്തെ വാക്യത്തിൽ കാണുന്ന ഒരാളാണ് വിശ്വാസത്താൽ ഹാനോക്ക്. പാപം കുത്തി നിറച്ച് വെച്ചിരുന്ന ഒരു ലോകത്തിൽ, അധാർമികത പെരുകിക്കൊണ്ടിരുന്ന ഒരു ലോകത്തിൽ, ദൈവത്തിനെതിരെയുള്ള മത്സരങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സകല മനുഷ്യരും പാപത്തിൻ്റെ കൂടെ സഞ്ചരിച്ചപ്പോൾ, സകല മനുഷ്യരും അനീതിയിലും അക്രമത്തിലും ജീവിച്ചപ്പോൾ, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ദൈവത്തോട് കൂടെ നടക്കാൻ തീരുമാനിച്ചിറങ്ങിയ ഒരു മനുഷ്യൻ, അവനെയാണ് 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വിശ്വാസത്താൽ ഹാനോക്ക്.
മറ്റുള്ളവരെങ്ങനെ നടക്കുന്നു, മറ്റുള്ളവർ എങ്ങനെ പോകുന്നു, മറ്റുള്ളവരുടെ വിശ്വാസത്തിൻ്റെ പ്രമാണം എന്താണ്, മറ്റുള്ളവരുടെ ജീവിത സാഹചര്യങ്ങൾ എന്താണ്, മറ്റുള്ളവർ ഏതെല്ലാം പാപത്തിൻ്റെ കർമ്മങ്ങളിൽ അകപ്പെടുന്നു എന്നുള്ളത് നോക്കാതെ ആ തലമുറയിൽ ദൈവത്തോട് കൂടെ നടക്കാൻ ഒരു മനുഷ്യൻ തയ്യാറാകുകയാണ്. ആ മനുഷ്യനെ നോക്കിയിട്ട് ദൈവം പറയുകയാണ്, ഇവൻ്റെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ലജ്ജിക്കുന്നില്ല. ഇന്നിൻ്റെ സമൂഹത്തിൽ മറ്റുള്ളവർ എങ്ങനെ നടക്കുന്നു, മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നു, മറ്റുള്ളവർ പോകുന്നത് പോലെ അവരുടെ പുറകെ പോകുന്നവനെ അവൻ്റെ ദൈവമെന്ന് വിളിക്കാൻ ദൈവം ഒരുപക്ഷെങ്കിൽ ലജ്ജിക്കുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ജീവിത ശൈലിയുള്ള, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു ആത്മീക അനുഭവമുള്ള, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുള്ളവനെ നോക്കിയിട്ട് ദൈവം പറയുകയാണ്, ഇവൻ്റെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ലജ്ജിക്കുന്നില്ല. ഈ ദൈവവചനം കേൾക്കുന്ന സഹോദരങ്ങൾ, നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു ജീവിത ശൈലിയും ദൈവത്തോട് ഒരു ആഭിമുഖ്യവും ഉണ്ടെങ്കിൽ ഞാൻ വളരെ ധൈര്യത്തോടെ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ നോക്കി കർത്താവ് നിങ്ങളുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ നാണിക്കുന്നില്ല, ലജ്ജിക്കുന്നില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. 7-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്താൽ നോഹ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാക്യം ആരംഭിക്കുന്നത്. ആ നോഹയെ മുന്നിൽ നിർത്തുമ്പോൾ ദൈവം പറയാതെ പറയുന്ന ഒരു വസ്തുതയുണ്ട്. മഴയെന്ന് പറയുന്ന ഒരു സംഗതി ലോകത്തിന് പരിചയമുണ്ടായിരുന്നില്ല നോഹയുടെ കാലം വരെ. അന്ന് മഞ്ഞ് പെയ്തിട്ടാണ് ഭൂമിയെ നനച്ചു പോന്നിരുന്നത്. മഞ്ഞുകൊണ്ടാണ് മനുഷ്യർ കൃഷിയിടങ്ങളെ നനച്ചു പോന്നിരുന്നത്. മഞ്ഞുകൊണ്ടാണ് അവരുടെ ഭൂമിയിലെ ഫലവൃക്ഷാദികൾ മുളച്ചു വന്നിരുന്നത്. എന്നാൽ മഴയെന്ന് പറയുന്ന ഒരു സംഗതിയെ അന്ന് വരെ ആർക്കും തന്നെ കേട്ടുകേൾവി ഉണ്ടായിരുന്നില്ല. മഴയെന്ന് പറയുന്നത് ആരും തന്നെ കണ്ടിട്ടില്ല. ഒരുവൻ്റെ നെറ്റിയിൽ പോലും ഒരു തുള്ളി മഴ വീണിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ദൈവം നോഹയോട് പറയുന്നത്, ഒരു പെരും മഴ പെയ്യാനായിട്ട് പോവുകയാണ്. ആ പെരും മഴ എന്താണെന്ന് ഒരു തുള്ളി മഴത്തുള്ളി പോലും നെറ്റിയിൽ വീണിട്ടില്ലാത്ത ആ നോഹ ഒരു പെരും മഴ വരുന്നു എന്ന് കേട്ടിട്ട് അതിനെ ഒരു പൊട്ടനെ പോലെ വിശ്വസിച്ചു. ഇവൻ്റെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ദൈവം ലജ്ജിക്കുന്നില്ല. അന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത, അന്ന് വരെ കണ്ടിട്ടില്ലാത്ത, അന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സംഗതിയെക്കുറിച്ച് അരുളപ്പാടുണ്ടായപ്പോൾ അതിനെ അഗാധമായി വിശ്വസിക്കാൻ ഒരുത്തൻ തയ്യാറായി. ആ മനുഷ്യനെ നോക്കിയിട്ട് ദൈവം പറയുന്നു, ഇവൻ്റെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നില്ല. ജീവിതത്തിൽ ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഗതിയെക്കുറിച്ച് ദൈവം നിങ്ങളോട് പറയുമ്പോൾ, ഇന്ന് വരെ നിങ്ങൾ കടന്നു പോയിട്ടില്ലാത്ത പ്രതിസന്ധികളുടെ നടുവിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, ആ പ്രതികൂലങ്ങളിൽ നിന്ന് വിടുവിക്കുവാനും ആ പ്രതിസന്ധികളുടെ നടുവിൽ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു വലിയ വിശ്വാസം നിങ്ങളിലുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാവരോടും പറയുന്നു, നിങ്ങളുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ദൈവം ലജ്ജിക്കുന്നില്ല. ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ പ്രഭാതത്തിൽ വളരെ ധൈര്യത്തോടുകൂടെ നിങ്ങളെ ഉറപ്പിക്കാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകി തന്ന ദൈവവചന ഭാഗം ഇതാണ്. മറ്റുള്ളവർക്ക് പരിചയമില്ലാത്ത, മറ്റുള്ളവർ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത, മറ്റുള്ളവർക്ക് ഒരു അനുഭൂതിയും ഉണ്ടാകാത്ത ഒരു സംഗതിയെക്കുറിച്ച് ദൈവം നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ അതിനെ അഗാധമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ദൈവം ലജ്ജിക്കുന്നില്ല. ഇന്ന് രാവിലെ നോഹയെ പോലെ നമുക്കുമായി തീരാൻ കർത്താവ് നമ്മളെ ഒന്ന് സഹായിക്കുമാറാകട്ടെ. അന്ന് വരെ പരിചയമില്ലാത്ത ഒരു സംഗതിയെക്കുറിച്ച് കേട്ടിട്ട് അതിനെ ആഴത്തിൽ വിശ്വസിക്കുവാനും അതിന് പ്രതിനിധി എന്നവണ്ണം ആ ദൈവത്തിൻ്റെ പെട്ടകത്തെ പണിയാൻ നോഹ മുന്നോട്ട് വന്നതുപോലെ ദൈവം ചിലരെ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കട്ടെ. അതിനായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ദൈവം എന്നതിൻ്റെ 4-ാമത്തെ വ്യക്തി, അത് 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന വിശ്വാസത്താൽ അബ്രഹാം എന്ന വ്യക്തിയാണ്. വിശ്വാസത്താൽ അബ്രഹാം എന്ന് പറഞ്ഞുകൊണ്ട് താഴോട്ട് വായിക്കുമ്പോൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: എവിടേക്ക് പോകുന്നെന്നറിയാതെ ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച ഒരു മണ്ടൻ, ലോകത്തിൻ്റെ കാഴ്ചയിൽ ഒരു പൊട്ടൻ, ഒന്നും തന്നെ മുന്നോട്ടോ പിന്നോട്ടോ ചിന്തിക്കാതെ ഇറങ്ങിത്തിരിച്ച ഒരു മന്ദബുദ്ധി എന്നുള്ള ഒരു മനുഷ്യനായിട്ടാണ് ലോകം അദ്ദേഹത്തെ കാണുന്നതെങ്കിൽ, ബൈബിൾ അദ്ദേഹത്തെ കാണുന്നത് മറ്റൊരു ആംഗിളിലാണ്. കർത്താവ് അദ്ദേഹത്തെ കാണുന്നത് മറ്റൊരു വീക്ഷണഗതിയിലാണ്. ദൈവം ഇറങ്ങി പുറപ്പെടാൻ ആവശ്യപ്പെട്ടപ്പോൾ അങ്ങനെ തന്നെ ചെയ്ത ഒരുവനെക്കുറിച്ച് പറയുന്നു, വിശ്വാസത്താൽ അബ്രഹാം. നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ ദിശ അറിഞ്ഞുകൂടാത്തവരെ പോലെ നിങ്ങൾ നിൽക്കുകയാണോ? ദൈവത്തിൻ്റെ ശബ്ദം മാത്രം കേട്ടിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു വ്യക്തിയാണോ? ഇന്ന് നിങ്ങൾ ജീവിതത്തിൽ ചരിക്കുന്ന, ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സകല വസ്തുതകളുടെയും നടുവിൽ ഒരു പൊട്ടനായിപ്പോയി എന്ന് സമൂഹത്തിലുള്ളവരും ലോകത്തിലുള്ളവരും നിങ്ങളുടെ കുടുംബക്കാരും നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങളെ അങ്ങനെ അഭിസംബോധന ചെയ്യുന്നില്ല. കർത്താവ് നിങ്ങളെക്കുറിച്ച് പറയുന്നത്, ഇവൻ്റെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ലജ്ജിക്കുന്നില്ല. ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ച് ആരെങ്കിലും ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ വാക്കനുസരിച്ച് എന്തോ ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് ചുവട് വെച്ചവരാണ് നിങ്ങളെങ്കിൽ, ഇന്ന് രാവിലെ വളരെ ധൈര്യത്തോടുകൂടി പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി പറയുന്നു, നിങ്ങളുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ദൈവം ലജ്ജിക്കുന്നില്ല. എങ്ങോട്ട് പോകണമെന്നറിയാൻ പാടില്ലാതെ ഇറങ്ങിത്തിരിച്ചവനെ നോക്കി പറയുന്നു, ഇവൻ്റെ ദൈവമാണ് ഞാൻ.
നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ മാത്രം പ്രതീക്ഷിച്ച്, കർത്താവിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട്, ദൈവത്തെ മാത്രം കണ്ണിൻ മുമ്പിൽ കണ്ടുകൊണ്ട് വിശ്വാസത്തിൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങളെ നോക്കി കർത്താവ് പറയുന്നു, നിങ്ങളുടെ ദൈവമാണ് ദൈവം. കാര്യം നിങ്ങളെ വഴിയിൽ ഉപേക്ഷിക്കാതെ നിങ്ങളെ എത്തേണ്ടുന്ന ഇടത്ത് എത്തിച്ചേർക്കുവാൻ ആ സർവശക്തനായ ദൈവം മതിയായവനാണ്. എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ ഇറങ്ങിത്തിരിച്ച അബ്രഹാമിനെ നോക്കി പറയുന്നു, ഇവൻ്റെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ, ഇവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ദൈവം ലജ്ജിക്കുന്നില്ല. അഞ്ചാമത്തെ വ്യക്തി 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു സ്ത്രീ കഥാപാത്രമാണ്. അവരുടെ പേര് സാറ എന്നതാണ്. 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്താൽ സാറായും തൻ്റെ ശരീരത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വാഗ്ദത്തം ചെയ്ത ദൈവം അതിനെ നിവർത്തിക്കാൻ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ അവളുടെ വാർദ്ധക്യത്തിലും പുത്രോത്പാദത്തിന് അവൾ ശക്തി പ്രാപിച്ചു എന്ന്. എന്താണ് ആ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്? സാഹചര്യങ്ങളെ കവിഞ്ഞ് ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച ഒരു വലിയ സ്ത്രീയെക്കുറിച്ച് 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്താൽ സാറ മുൻപിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധികൾ, തൻ്റെ ശരീരത്തിൻ്റെ നിർജീവത്വം, ഇനി സാധ്യതകളില്ലാത്ത ആ സാഹചര്യങ്ങളെ നോക്കിയിട്ട് ഇനി ദൈവത്തിന് കഴിയുമോ എന്ന് മറുചോദ്യം ചോദിക്കാതെ ഇനിയും ദൈവത്തിന് കഴിയും എന്നുള്ള വലിയ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നടത്തിയ ആ മാന്യ സ്ത്രീയെ നോക്കിയിട്ട് കർത്താവ് പറയുന്നു, ഇവളുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ലജ്ജിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ചില വസ്തുതകൾക്ക് ഇനി സാധ്യതയില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഏതോ ചില സാഹചര്യങ്ങൾക്ക് ഇനി വഴിയില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നേറ്റങ്ങൾക്ക് ഇനി ഒരു ചുവടുവയ്പ് പോലും ഇല്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷേ അതിൻ്റെ നടുവിലും ഒരു അസാധാരണമായ വിശ്വാസം പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളെ നോക്കി കർത്താവ് പറയുന്നു, നിങ്ങളുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ദൈവം ലജ്ജിക്കുന്നില്ല. വ്യക്തിപരമായിട്ട് എനിക്ക് കർത്താവിനെ അറിയാം എന്നതിനേക്കാൾ ആഴമുണ്ട് കർത്താവിന് എന്നെ അറിയാം എന്ന് പറയുന്നതിനകത്ത്. എനിക്ക് കർത്താവിനെ പരിചയമുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ അഗാധമാണ് ദൈവത്തിന് എന്നെ പരിചയമുണ്ട് എന്ന് പറയുന്നത്. ഞാൻ കർത്താവിനോട് എന്നും പോയി സംസാരിക്കാറുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ഗൗരവമാണ് കർത്താവ് എന്നും വന്ന് എന്നോട് സംസാരിക്കാറുണ്ട് എന്ന് പറയുന്നതിനകത്ത്. ഇവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ദൈവം ലജ്ജിക്കുന്നില്ല എന്ന് അപ്പോസ്തലൻ പരിചയപ്പെടുത്തുന്ന ഈ 5 വ്യക്തികൾക്ക് വലിയ പ്രത്യേകതകളുണ്ട്. ഇവരെ നമുക്ക് മാതൃകയാക്കാനായിട്ട് പറ്റും. ആരാധന എന്തെന്ന് അറിഞ്ഞുകൂടാതിരിക്കെ ആരാധിച്ച് ദൈവത്തിൻ്റെ പ്രസാദം തേടിയവനാണ് ഹാബേൽ. കൂടെ നടക്കാൻ ഒരു വ്യക്തി പോലും ഇല്ലാതിരിക്കെ പാപത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്നവരുടെ നടുവിൽ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ ഇറങ്ങിത്തിരിച്ചവനാണ് ഹാനോക്ക്. ഒരു കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഗതിയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് പെട്ടകം പണിയാൻ ഇറങ്ങി പുറപ്പെട്ടവനാണ് നോഹ. എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ ദൈവത്തെ മാത്രം കണ്ടുകൊണ്ട് ഇറങ്ങിത്തിരിച്ചവനാണ് അബ്രഹാം. ആര് എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞു നിൽക്കാതെ, ഇനി പുത്രൻ ഉണ്ടാകുമോ എന്ന് മറുചോദ്യം ചോദിക്കാതെ ഇനിയും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് അഗാധമായി വിശ്വസിച്ചവളാണ് സാറ. ഇവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് അപ്പോസ്തലൻ പറയുന്നു, ഇവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നില്ല. ഈ 5 പേരുടെ സവിശേഷത നിങ്ങളിലുണ്ടോ? നിശ്ചയമായിട്ട് നിങ്ങളുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ദൈവം ലജ്ജിക്കുന്നില്ല. ഈ 5 പേരിൽ കാണുന്ന പ്രത്യേകതകൾ നിങ്ങളിലുണ്ടോ? നിശ്ചയമായിട്ട് നിങ്ങളുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ദൈവം ലജ്ജിക്കുന്നില്ല. ഇന്ന് രാവിലെ ആർക്ക് എന്നെ സഹായിക്കാൻ കഴിയും, എങ്ങനെയാണ് ദൈവം പോലെ എന്നെ കാണുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കാണുമായിരിക്കാം. പക്ഷേ ഈ 5 വ്യക്തികളിലുള്ള സവിശേഷതകൾ നിങ്ങളുടെ ജീവിതത്തിൽ വച്ചു പുലർത്താൻ നിങ്ങൾ ശ്രമിക്കൂ. നിശ്ചയമായിട്ടും ഈ 5 പേർക്ക് വേണ്ടിയിട്ട് ഇറങ്ങി വന്നതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം ഇറങ്ങി വരുന്നത് കാണാൻ പറ്റും. ഈ 5 പേരെ ലജ്ജിച്ചു പോകാതെ തല ഉയർത്തി നിർത്താൻ ദൈവം അവർക്ക് വേണ്ടിയിട്ട് ഇടപെട്ടതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടപെടുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ വിശുദ്ധ പ്രഭാതത്തിൽ ഈ ദൈവവചനം കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, സകല പ്രിയമുള്ളവരെ ഞാൻ ഈ വചനത്താൽ ഉറപ്പിക്കുന്നു, നിങ്ങൾക്ക് ദൈവത്തെ അറിയാമെന്ന് പറയുന്നതിനേക്കാൾ അഗാധമാണ്, ആഴമാണ്, ഉത്കൃഷ്ടമാണ് ദൈവത്തിന് നിങ്ങളെ അറിയാമെന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം അറിയുന്ന ഒരു വ്യക്തിയായി മാറാൻ ഈ ദൈവവചനത്താൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ.